വരാനും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണങ്ങൾ. നവാസിന്റെ യൂട്യൂബിലുള്ള പ്രസന്റേഷൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ നവാസിനെ സെലക്ട് ചെയ്യണതും ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും പുള്ളി ഓക്കെ പറഞ്ഞതും നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമാക്കി. എല്ലാത്തിനും നവാസിനും ടീമിനും ഞാൻ വളരെ താങ്ക്സ് പറയുന്നു. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത് ഒരു 2kVA സിസ്റ്റത്തിൽ തന്നെയാണ്. നമ്മൾ പൊതുവേ വീഡിയോയിൽ പറയുന്നതാണ്. ഇന്ന് നമ്മൾ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അവിടെ എവിടെ നമ്മുടെ സ്ഥലം പറയുന്നത് ഡീസന്റ് ജംഗ്ഷൻ. ആ പേരിൽ നല്ലൊരു ഇതുണ്ട്. ഈ എങ്ങനെ മുഖത്തിലേക്ക് അടുത്ത് ഡീസന്റ് ജംഗ്ഷൻ. ഒരു ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഡീസന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പേരെന്തായിരുന്നു? ജയപ്രകാശൻ. അവർ വീട്ടിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങളൊന്ന് വരും. ഇത് 4 കട്ടിന്റെ പാനലാട്ടോ. ഇത് 4 ലെയർ ആയിട്ടാണ്, 1/3 കട്ടാണ്. അപ്പോൾ ചില ആളുകൾ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ അവിടെ മരങ്ങളൊരു തടസ്സമില്ല. ഇവരവിടെയും മരങ്ങൾ തടസ്സമൊന്നുമില്ല. പക്ഷെ നമ്മളിത് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ഒരു ഭാഗത്ത് മറവ് വന്നു കഴിഞ്ഞാൽ 3 ഭാഗത്തും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അതതിൻ്റെ പ്രത്യേക ഒരു മേന്മ തന്നെയാണ്. പക്ഷെ ഒരു മറവില്ലാത്തടത്ത് എന്തിനാത് ആളുകൾക്ക് ചോദിക്കാറുണ്ട്. അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഒരു ഒന്നിങ്ങോട്ട് ഒരു അടിച്ച് ഇതിനെ നമുക്ക് നമ്മളെ ക്യാമറമാന് നമ്മുടെ വർക്കറിനെ കേട്ടോ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി അടുത്ത നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ അല്ല ഉള്ളൂർ മെഡിക്കൽ കോളേജിൻ്റെ പരിധിയിൽ നമുക്ക് 2kVA ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സ്ഥലം കിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് പറഞ്ഞുതരാം. 3 സൈറ്റിലെ വീഡിയോ ഞങ്ങളിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഞങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഇത് നമ്മൾ ഈ സെല്ലുകൾ ഇതിൽ 150 സെല്ല് വരും കേട്ടോ. മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ടിൽ നമുക്ക് 144 സെല്ലാണെങ്കിൽ 150 സെല്ല് ഇതിൽ വരും. ഇമ്പോർട്ട് പാനലുകളാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ സെല്ലുകളൊക്കെ കംപ്ലീറ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ആ ഒരു ഇത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് 4 ലെയറാക്കി, അത് ഹാഫ് കട്ടും അങ്ങനെ തന്നെയാണ്, 4 ലെയറാക്കി ഇവിടെ സീരീസ് ചെയ്തിട്ട് പാരൽ ചെയ്ത് കൊടുക്കും. അവിടെ നമുക്ക് ആംബിയർ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അതിനാണല്ലോ നമുക്ക് ഹാഫ് കട്ടും അതുപോലെ 4 കട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നിങ്ങോട്ട് വരും ആഴ്ച. ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കൊല്ലം ജില്ലയിൽ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്താണല്ലോ. ഇനി ഞങ്ങൾ 2-3 വീഡിയോ ഞങ്ങൾ ഇനി നാളെ ആയിരിക്കും അവിടെ, അതിന് ശേഷമായിരിക്കും അവിടെ. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശമാണ്. നമ്മൾ ഇതെന്താ വെച്ചാൽ ഒരുപാട് ഇത്തരത്തിൽ ഒരുപാട് നമ്മുടെ എന്താ പറയുക ഒരുപാട് വീഡിയോകളും ഒരുപാട് ആളുകൾക്കും വരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്കൊരു ഫലം നമുക്ക് കാണണമല്ലോ. നമുക്ക് കേരളത്തിൽ പല ജില്ലയിൽ നമ്മൾ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ അത് നമ്മുടെ തിരുവനന്തപുരം വരെ നമ്മൾ ഒരുപാട് ജില്ലകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രതികരണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നിങ്ങോട്ട് വരും. ഇതിന് നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ 3 കാല് നമ്മൾ ഈ പാരപ്പറ്റും ഒതുക്കി. ഇത് ഇവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെ കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായി, ഈ ഡ്രില്ലിങ് മാക്സിമം ഇതിൽ ഒഴിവായി. അപ്പോൾ നമ്മൾ ഒരു കാല് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ വയറിംഗ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പൊതുവെ അറിയാമല്ലോ, 4 കേബിൾ കൊടുത്തിട്ടാണ്. ഒരു പാനലിൽ 2 വയർ, അടുത്ത പാനലിൽ 2 വയർ. ഇനി ഞങ്ങൾ അടുത്ത ജില്ലയിൽ നമ്മളെ വർക്കിംഗ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. താഴെ ഭാഗങ്ങളൊന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ ഇവിടുത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമുക്കിവിടെ ചെയ്തിരിക്കുന്നത് ഇവർ നമ്മുടെ കോണിയുടെ ഭാഗത്താണ്. ഇവരിവിടെ മൊത്തം ഒരു ഡിസൈൻ ചെയ്യാൻ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കരുതുന്നുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പൊതുവെ പറയുന്ന പോലെ 200 5 വർഷം റീപ്ലേസ്മെൻറ്റ് ബാറ്ററി. ഇപ്പോൾ ആഴ്ചയിൽ ഇതിൽ ആംബിയർ കാണിച്ചു ഒന്ന് കൊടുക്കും. 500 വാട്ടിൻ്റെ 2 പാനലാണ്. ഇവർക്ക് വലിയൊരു നമുക്കൊരു പ്രകാശം അവിടെ ഉണ്ടോ എന്ന് സൂര്യൻ്റെ ഒരു ചെറിയൊരു ഒരു മഴക്കാറിൻ്റെ ഒരു രീതിയാണ് ലാർസ് ഇന്നത്തെ രീതി. ക്ലൗഡി അത് നമുക്ക് 25 ആംബിയർ ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാറ്ററി വോൾട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ബാറ്ററി വോൾട്ട് ഒന്ന് കാണിക്കണം. ഓക്കെ, അതിൽ 40.1 കേട്ടോ, 29.1. അത് നമുക്ക് 24 വോൾട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി 100% ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ നമുക്ക് ലോഡിലാണ് കേട്ടോ. നമ്മുടെ സോളാർ എനർജിയിലാണ് ഇപ്പോൾ ഇവിടെ ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും TV ആയാലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ 2ാം സൈറ്റ് ഞങ്ങൾ മുമ്പത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ഉള്ളൂർ മെഡിക്കൽ കോളേജിൻ്റെ പരിധിയിൽ ആനന്ദൻ സാറിൻ്റെ വീട്ടിലല്ലേ ഹാരിസേ. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇവർക്ക് ഒരു 2kVA സിസ്റ്റം ഉണ്ട്. ഞാൻ താഴെ കാണിച്ചു തരാം, അതിൻ്റെ പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 2kVA സിസ്റ്റം ഉണ്ട്. ചെറിയ കുഞ്ഞ് 2 പാനലുകൾ വെച്ചിരുന്നു. ആ സമയത്ത് അതന്നെ ആയിരുന്നു. പക്ഷേ അതിന് ഇന്ന് വരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല, ബില്ലിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഓക്കെ, അത് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോകൾ പല ജില്ലകളിലും കണ്ടതിൻ്റെ അടിസ്ഥാനം
അടിസ്ഥാനത്തിൽ അതിൻ്റെ അപ്ഗ്രേഡിൻ്റെ ഒരു ഫലം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മളോട് വെക്കാൻ പറഞ്ഞു. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ പാനലുകളും നമ്മൾ കാണിച്ചു തരാം കേട്ടോ. 500 വാട്ടിൻ്റെ 2 പാനൽ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുമ്പ് ചെറിയ കുഞ്ഞ് 2 പാനലുകൾ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ പഞ്ചൻ പാനലുകളായതുകൊണ്ട് അവർക്ക് വേറെ എന്തോ യൂസ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 പാനലുകൾ വെച്ചു. ഇവിടെ അതിനോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ഓൺ ഗ്രിഡിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് അന്നത്തെ കാലത്തിൽ ഇവർ വെച്ച കാലത്തൊന്നും ഈ അപ്ഡേഷൻ കിട്ടും. 335 വാട്ടിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. 335 വാട്ടിൻ്റെ പോളി ക്രിസ്റ്റൽ പാനലാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്, 3 കിലോ വാട്ട്. അപ്പോൾ നമ്മൾ അതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കണക്ഷൻ്റെ ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് മൾട്ടി ക്രിസ്റ്റൽ പാനൽ എന്നൊക്കെ പറയുന്നത്. ഈ മൾട്ടി ക്രിസ്റ്റൽ പാനൽ ഈ പോളി ക്രിസ്റ്റൽ ആളുകൾക്ക് എല്ലാവർക്കും ആ ഒരു പേര് കിട്ടി, മനസ്സിലായി. അപ്പോൾ ഈ മൾട്ടി ക്രിസ്റ്റൽ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ആയിക്കോട്ടെ, ചെയ്തോളൂ. ഇതിൻ്റെ ഒരു പോരായ്മ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ കാലത്തിനനുസരിച്ച് മാറണം. അത് നമുക്ക് അനിവാര്യമാണ്. കാരണം ഈ പോളി ക്രിസ്റ്റൽ പാനൽ എന്ന് പറഞ്ഞാൽ സാധനം നമുക്ക് നല്ല വെയിലുള്ള പ്രൊഡക്ഷനുള്ള സമയത്തൊക്കെ നല്ലത് കിട്ടും. പക്ഷെ മഴക്കാലങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് നമുക്കൊരു 12 യൂണിറ്റ് അല്ലെങ്കിൽ 15-17 യൂണിറ്റ് ശരാശരി കിട്ടുന്നുണ്ടെങ്കിൽ, അത് വേനൽക്കാലത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്കത് അതിൻ്റെ 3/3 കൂടി നമുക്കിതിൽ കിട്ടില്ല. അത് നമ്മുടെ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കെട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതിയിൽ താഴെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ല. അപ്പോൾ ഇത്രയും കാര്യം നമുക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ മാറണം. ആരിസം ഒന്നുകൂടി കാണിച്ചു കൊടുക്കും ഇത്. പിന്നെ അതിൻ്റെ ഒരു പോരായ്മകളൂടെ ആരിസം ഞാൻ പറയാം. കാരണം കയറി നടന്ന് ക്ലീൻ ചെയ്യാനില്ലേ ഒരു സംഭവം തന്നെ ചെയ്തിട്ടില്ല. കാരണം ഇത് ക്ലീൻ ചെയ്യണ്ടേ, ഇവർക്കത് ഷീറ്റും കൂടിയൊക്കെ കയറി ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ സെൻറ്ററിലോ സൈഡിലൂടെയോ നമുക്കൊന്ന് മോപ്പ് വെച്ച് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കണ്ണിൽ പൊടിയടഞ്ഞ പോലെ ആയിക്കാരം പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആയിക്കാരം നമുക്ക് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലും. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടല്ലോ. നമ്മൾ 2 പാനൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി താഴെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആരിസം ഈ ഏരിയക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. തിരുവനന്തപുരത്തിൻ്റെ ഉള്ളൂർ മെഡിക്കൽ കോളേജിൻ്റെ പരിധിയിലാണ്. അവർ ഏകദേശം സിറ്റിയുടെ ഉൾഭാഗം തന്നെയാണ് കേട്ടോ. ഒരുപാട് ഒക്കെ വീടുകളൊക്കെ കൺജസ്റ്റ് ആയിട്ട് 4-3 സെൻറ്റുകളല്ല ആരിസേ. ഓക്കെ, അങ്ങനെ ഒരു ഓക്കെ. ഇനി നമ്മൾ താഴെ ഭാഗം കൂടി കാണിച്ചു തന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ അവിടുത്തെ ഒരു പോരായ്മ ഉണ്ട്, അതുകൂടി കാണിച്ചു കൊടുത്ത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടുന്ന് 10 കിലോമീറ്റർ പോയിട്ടില്ല ഏട്ടാ. എവിടെ? വട്ടിയൂർക്കാവല്ലേ? അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് പേരറിയാം. വട്ടിയൂർക്കാവ് അവിടെയും കൂടി നമുക്കൊരു 1 kV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാ നമ്മൾ 500 വാട്ടിൻ്റെ 4 2 പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നിലവിലുള്ള ഇവിടെ സ്ട്രക്ചറിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ വെൽഡർ ഉപയോഗിച്ച് ചെയ്തതാണ് ഇത്. ഇപ്പം നിങ്ങൾ കൂടുതൽ പറയാം, ഇതിപ്പോൾ അവർ 3 വർഷം, ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കയറി നടക്കാൻ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ക്ലീൻ ചെയ്യണം കാര്യങ്ങളൊക്കെ. അവർക്ക് അറിയില്ലായിരുന്നു, അതിൻ്റെ കാര്യം കുറിച്ചിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് പുള്ളിക്കാരൻ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതിലും ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി നോക്കൂ, കാര്യങ്ങളൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി നോക്കൂ. അതുപോലെ ഇവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ താഴെ ഭാഗം നമുക്ക് ഇൻവെർട്ടറിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഓപ്പൺ ഭാഗത്തല്ല ആരിസ്, ഇതിൻ്റെ മേലെ നെല്ലിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവർക്കൊരു 9 മീറ്ററൊക്കെ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കാര്യങ്ങൾ പറയാമല്ലോ, ഒരു 3 വർഷം മുമ്പെയാണ് ഇവർ സോളാർ ഇത് വെച്ചിട്ടുള്ളത്. അന്നിപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ കാലങ്ങളിലൊക്കെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 4 സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ 6 സ്ക്വയറിൻ്റെ AC കേബിളൊക്കെ നോക്കി നോക്കും. AC ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് AC കേബിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോളാർ പാനലിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ അത് മാക്സിമം നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഫ്ലോയിൽ കിട്ടണമെങ്കിൽ DC-യുടെ കേബിൾ കൊടുക്കണം. അപ്പോൾ DC-യുടെ 4 സ്ക്വയർ 6 സ്ക്വയർ 8 10 ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഓരോ കാൽക്കുലേഷനും സീരീസിനും പാരലിന് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കൊടുക്കണം. നമ്മളിപ്പോൾ 4 പാരലായിട്ട് 4 സ്ക്വയറിൻ്റെ DC കേബിൾ പാരലായിട്ടാണ് നമ്മൾ MPPT-യിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ അയൺ ബോക്സ് ഒന്ന് ഓൺ ആക്കുന്നതോടൊപ്പം ഞാൻ ഇവിടെ ആ ഇൻവെർട്ടർ കാണിച്ചു കൊടുക്കാൻ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇതാണ് ഒരുപാട് ആളുകൾക്ക് കറക്റ്റ് പ്രൈസ് കൊടുത്തിട്ട് അതുകൊണ്ട് ഉപകാരമില്ലാത്തൊരവസ്ഥയ്ക്ക് എത്തുമ്പോൾ അതാണ് വിഷയം. കാരണം അതിനെക്കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഒന്നും ഇവിടെ വരും. ഇനി ഞാനിവിടെ അയൺ ബോക്സ് ഓൺ ആക്കണം. മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അടുത്ത ഒഴിവുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ. ഓക്കെ, നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഈ ഇൻവെർട്ടർ ലോഡിലാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത്. ഒന്നിങ്ങോട്ട് വരും. ഇപ്പോൾ ഇത് അയൺ ബോക്സ് ഓണാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ MPPT-യിലെ 2 പാനലാണ് കേട്ടോ. 500 വാട്ടിന് 2 പാനലാണ് കേട്ടോ. ഓക്കെ, ബാറ്ററി 25.7. ഓക്കെ, കുറച്ച് 35.4 ആംബിയർ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ KWH എന്ന് പറഞ്ഞാൽ 0.1 വന്നിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ആകെ ഞങ്ങൾ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഈ ഓട്ടോ സോളാർ കത്തിക്കഴിഞ്ഞാൽ കറണ്ടിനെ ആവശ്യമൊന്ന് കാണിച്ചു കൊടുക്കും.
ഈ ഓട്ടോ സോളാർ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ കറണ്ടിനെ ഓട്ടോമാറ്റിക് നമ്മുടെ MPPT സ്റ്റോപ്പ് ചെയ്യും. കറണ്ടിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ സോളാറിൻ്റെ ഔട്ട് തരും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ആൻബോസ് ചൂടാവുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മൂത്ത് കാണിച്ച് ഇത് നനച്ച് വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കി നോക്കൂ, ഇപ്പം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ലോഡിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത് കേട്ടോ. ഓക്കെ, ഇത് എത്ര വാട്ട്സ് ആഴ്ച? നാഷണലിൻ്റെ 1200 അല്ലേ? ഓക്കെ, 1200. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ 1-2-3 ഫാനുകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ നമുക്ക് ആഴ്ച കാണിച്ചു കൊടുക്കും. ഇതൊക്കെ അതിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാക്കിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ USEGE നിലവിൽ സീറ്റൺ സോളാർ ഇവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. എങ്കിലും 150ൻ്റെ 2 ബാറ്ററിയാണ്, 2 kVA സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. അത് വെച്ചിട്ടാണ് അവർ സോളാർ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2500 വീട് ഫുൾ കോപ്പർ ഇൻവെർട്ടർ, അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവാദം കൂടാതെ KSEBിൽ നിന്ന് ഒരു തരി പോലും ചാർജിങ് നടക്കരുത്. അതിന് നമ്മൾ AC ചാർജിങ് കൂടെ ഓൺ ഓഫ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി സോളാറിൻ്റെ എനർജി ചാർജ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു 10 മണിയാവും 11 മണിയാവുന്നതിനോട് ലൈവ് വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിലത്തെ ലോഡുകളൊക്കെ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം 5 മണി 6 മണി ആവുന്നതോടുകൂടെ കുറച്ച് ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് സോളാർ ചാർജ് ചെയ്ത് വെച്ച ബാറ്ററിയുടെ ബാക്കപ്പിൻ്റെ 40% 2 ബാറ്ററി ഉപയോഗിച്ച് തീർത്തിട്ട് കറണ്ട് ചാടും. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ലോഡിനനുസരിച്ച് ചില വീട്ടിൽ 1-2 ഫാനാണെങ്കിൽ അതിനനുസരിച്ച് 8, 10, 11 മണി വരെ ഉണ്ടാവും. ചില വീട്ടിൽ വളരെ BLDC ഫാനുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നേരം പുലർച്ചയൊക്കെ വരാം. അത് വീട്ടിലത്തെ ഓരോ ലോഡിനനുസരിച്ചിരിക്കും. പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഉൾപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. ഇതാ ഞാൻ കമ്പനി ഒന്നും പറയുന്നില്ല. അത് ആ കാലത്തും നമുക്ക് AC ചാർജിങ് ഓൺ ഓഫ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഇൻവെർട്ടർ മൂലം AC ചാർജിങ് വഴി KSEBിലും ചാർജ് ചെയ്യും, സോളാറിലും ചാർജ് ചെയ്യും. പിന്നെ നമ്മൾ സോളാർ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഇൻവെർട്ടർ സിസ്റ്റം വാങ്ങുമ്പോൾ AC ചാർജിങ് ഓൺ ഓഫുള്ള സിസ്റ്റം ഇൻവെർട്ടർ നമ്മൾ എടുക്കാവൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ 3ാമത്തെ വർക്കും ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം, നമ്മൾ എവിടെ വരുന്നേട്ടാ? വെള്ളൈക്കടവ് അല്ലേ, നമ്മൾ വട്ടിയൂർക്കാവ് അല്ലേ, തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 1 kV സിസ്റ്റമാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വീട്ടിലെ ഇവരെ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 BLDC ഫാനൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇവർക്ക് പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ കറണ്ടിനെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിലൊരു 80-90% ഇതിലേക്ക് മാനേജ് ചെയ്യുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കൂ. നമ്മുടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രിനയുടെ ഇമ്പോർട്ട് പാനലാണ്, 4 കിറ്റ് പാനലാണ്, 150 സെല്ലുള്ള പാനലാണ്. അതിൽ 52 വോൾട്ടോളം നമുക്ക് ഓപ്പൺ VOC ഉണ്ടാവും. അറിയാമല്ലോ നിങ്ങൾക്ക്, 500 വാട്ടിൻ്റെ 4 കിറ്റ് പാനൽ. അത് നമ്മുടെ ഈ വേൾഡിലെ ജിങ്കോ കനേഡിയൻ, ട്രിന, സോളാർ, അതുപോലെ SFV ലോങ്കി, സൺ പവർ, അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ വിക്രം വാരി, റിനിസോൾ, അദാനി. പിന്നെ ഇന്ത്യയിൽ ചോദിച്ചാൽ നമ്മുടെ ഈ ചെറിയ പാനലുകളൊക്കെ വരുള്ളൂ. ഈ 500 വാട്ട് അതിന് മേലേക്കൊന്നും, 500 വാട്ടിന് താഴേക്ക് ആയിട്ടുള്ളൂ, അതിന് മേലേക്കൊന്നും ആയിട്ടില്ല. ഓക്കെ, ഏതായാലും അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് ഇവർ സുശീന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒപ്പം തന്നെ ഒരു സാറ് റിട്ടയർഡ് ആയതാണ്. ഏതെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു. ഓക്കെ, ഒന്നുകൂടെ വരും. ഓക്കെ, പുള്ളി ടെക്നിക്കൽ ഓഫീസർ എൻ്റെ സീനിയർ ആയിരുന്നു. ഓക്കെ, പുള്ളി റിട്ടയർ ചെയ്തിപ്പോൾ 5 വർഷത്തോളമാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയർ ഓഫീസർ എന്നുള്ളതല്ല, അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നവാസിനെ പരിചയപ്പെടുന്നത്. ഞാൻ ശ്രീചിത്രയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സീനിയർ ടെക്നിക്കൽ സീനിയർ. അതെ, ആ സെക്ഷനിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഇങ്ങനെ ചോദിക്കാനും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ വെൽഡിങ് മണി എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ സാറാണ്. ഞങ്ങളിങ്ങനെ വെൽഡിങ് മണി ഇങ്ങനെ എടുത്തു വെച്ചപ്പോൾ എന്തൊക്കെ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വെൽഡറാന്ന് എഴുതിക്കോളൂ. സംഭവം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും വെൽഡറേയും ഒന്നും വിളിക്കായിരിക്കും ഇവിടെ നല്ല ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു പുതുമ. അവർ വീട്ടിലെ ഏത് കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് A to Z കാര്യങ്ങൾ, ഏകദേശം ഈ ടെക്നിക്കൽ വശമാണല്ലോ, അതൊരു നമുക്കൊരു സംതൃപ്തി ആയിട്ടോ കാര്യങ്ങൾ, അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പുതുമ തന്നെയാണ് ഇങ്ങനെ കാണുമ്പോൾ. ഇതുപോലെ അരിച്ച് നമുക്ക് എറണാകുളം ഭാഗത്ത് എവിടെ വന്നത്? എറണാകുളത്ത് അല്ലേ, എറണാകുളം ഭാഗത്ത് ഇതുപോലെ ഹെലികോപ്റ്റർ പരമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ റിട്ടയർഡ് ആയതാണ്. നമുക്ക് തന്നെ ഒരു പുതുമ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒന്നാമത് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. അത് നിങ്ങൾ ഏത് ടെക്നീഷ്യന്മാരായിരിക്കും, എനിക്കൊരു സെഷൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മൾ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും ചെയ്യരുത്, അതിന് ലൈഫ് ഉണ്ടാവില്ല. അതാ ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് കാണാം. നമ്മൾ ചെയ്തിരിക്കുന്നതേ ഈ 3 പാരപ്പറ്റ് ഭാഗം തന്നെ അവിടെ ഏറ്റവും കുറച്ച് താഴ്ചയിൽ നമ്മൾ ചെറിയ പീസ് വെച്ചിട്ട് 3 കാല് നമ്മൾ മുകൾ ഭാഗത്ത് ഡിസൈൻ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാല് നമ്മുടെ റെസ്റ്റും കൊടുത്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് കോൺക്രീറ്റും കാര്യങ്ങൾ അവിടെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ രീതിയിലാണ് നമ്മൾ 20യുടെ പൈപ്പ് വെച്ചിട്ട് 4 സ്ക്വയറിൻ്റെ DC കേബിൾ വെച്ചിട്ട്
ഒരു 8 മീറ്ററിൽ താഴെയുള്ള ലാരിസ് നീളം വരുന്നത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹാളിൻ്റെ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ ഒരു ആഴ്ച ഓക്കെ 200H 5 വർഷം റീപ്ലേസ്മെൻറ്റിലെ ഒരു ബാറ്ററിയാണ് സീറ്റൺ സോളാർ 5 ഇയർ. അതുപോലെ 1350 VA ഫുൾ കോപ്പർ ഇൻവെർട്ടർ, AC ചാർജിങ് ഓൺ ഓഫിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ നമ്മളിവിടെ നമ്മുടെ MPPT വെച്ചിരിക്കുന്നത് ഇവർക്ക് ഇവിടെ നിന്നൊക്കെ നോക്കി കാണാൻ പ്രയാസമുള്ള. അപ്പോൾ ഇവിടെ നിന്നല്ല താഴെ ഭാഗത്ത് സിമ്പിളായിട്ട് നോക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഹോൾ ഇട്ടിട്ട് MPPT ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഭാഗത്ത് ക്ലിയർ ആയിട്ട് നോക്കി കാണാം. ഇപ്പം ഈ ഒരു സമയത്തും ഏകദേശം ഒരു 5:30 സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 ആംബിയറിൻ്റെ താഴെയൊക്കെ കാണുന്നുണ്ട്. കാരണം സൂര്യൻ്റെ എനർജി താഴ്ന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഓട്ടോസോളാറിലേക്ക് മാറിയിട്ടില്ല. ഞങ്ങൾ ഒരു 3 മണിക്ക് 2 മണിക്കൊക്കെ ശേഷമാണ് ഞങ്ങൾ ഇൻസ്റ്റാളിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 2 ഭാഗത്തല്ലേ ആരിസ്, അതുപോലെ നമ്മൾ കൊല്ലം ജില്ലയിലും ഞങ്ങൾ 3 ഇൻസ്റ്റാളിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ 3 ഇൻസ്റ്റാളിങ്ങിൻ്റെ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.